ഒക്ടോബർ 10 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നിന്നെയല്ല എന്നെ എന്ന തലക്കെട്ടോടു കൂടി ഇന്നലത്തെയൊക്കെ ഡെയിലി റിഫ്ലക്ഷൻ്റെ തുടർച്ചയായിട്ട് 10ാമത്തെ പടിയുടെ ലേഖനമാണ്. തുടക്കത്തിൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ആശയം പറയാനൊക്കെ എളുപ്പമാണെങ്കിലും പ്രാക്ടിക്കലി വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അത് അന്ന് എന്നല്ല, പിന്നീട് പ്രോഗ്രാമൊക്കെ ചെയ്തു വന്ന അല്ലെങ്കിൽ ആ സമയത്തും ആദ്യമൊന്നും നമുക്കത് മനസ്സിലാവില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒരു ചെറിയ ചില ഉപാധികൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ശ്രമിച്ചാലും പരിപൂർണമായിട്ടൊന്നും നമുക്ക് ദേഷ്യം പോക്ക് എളുപ്പമല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ അവർ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ വൈകാരികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് കുറ്റം പറയുന്ന ആളുകൾ, അവർ പറയുന്ന കുറ്റങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് അവരെത്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെ മുഴുവൻ അവർ റദ്ദ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക, നമുക്ക് വളരെ നമ്മളോട് വെറുപ്പ് വരും. ഞാൻ ഏത് രീതിയിലാണ് അയാളെ സഹായിച്ചത്, അല്ലെങ്കിൽ അയാളോട് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഇവരിങ്ങനെയാണല്ലോ പറയണം. ആദ്യം മറുപടി പറയുമായിരുന്നു. കാരണം വളരെ പെട്ടെന്ന് പ്രകോപിതനായി പോവും ഞാൻ അത് കേട്ടാ. കാരണം എനിക്ക് എണ്ണി പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഏത് വ്യക്തിയാണോ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്, ആ വ്യക്തി പറഞ്ഞതോ അതിനപ്പുറമോ വൈകാരികമായിട്ട് ഞാൻ ആകെ അസ്വസ്ഥനാവുകയും ആ അസ്വസ്ഥത എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇവനിങ്ങനെ എന്നോട് പറഞ്ഞതെന്നുള്ള ആ സാധനം കടന്നു വരും. വളരെ എൻ്റെ പ്രസന്റ് നിമിഷം ആകപ്പാടെ റദ്ദായി പോകും. ഉടൻ തന്നെ ഞാൻ പ്രതികരിക്കാറുണ്ടായിരുന്നു. ആ പ്രതികരണം ഇപ്പൊ ഫോണിൽ കൂടെയാണെന്ന് കരുതുക, ഫോണിൽ കൂടെയാണ് പ്രതികരിച്ചിരുന്നത്. അപ്പോൾ ഫോണിൽ കൂടെ പ്രതികരിക്കുമ്പോൾ ഒന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവില്ല. രണ്ട് വൈകാരികമായതുകൊണ്ട് തന്നെ സ്വരം മാറും, പലതും പറയേണ്ടി വരും. അപ്പോൾ അവർ അവരുടെ ലെവലിലേക്ക് നമ്മളെ ഇടിച്ചു താഴ്ത്തും. സത്യത്തിൽ കുഴപ്പം ആരുടെയാ? അയാളുടെയാണോ? അയാളുടെയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇത് ഞാൻ പരാതിയും പറയാറുണ്ടായിരുന്നു. പക്ഷേ പ്രോഗ്രാം എന്നോട് പറഞ്ഞു, കുഴപ്പം ആരുടെ മോനെ? കുഴപ്പം അവൻ്റെ അല്ല, നിന്റെയാണ്. അതെന്താ എൻ്റെ കുഴപ്പം? അത് ശരി, നമ്മൾ പറയണ പോലെ എല്ലാം കഴിച്ച് പട്ടിക്ക് പിന്നെയും മുറുമുറുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം അരിയും കൊടുത്ത് എന്നിട്ടും ആ കൊടുത്ത ആളെ പിന്നെയും കടിക്കുന്ന സ്വഭാവം എന്നൊക്കെ പറയണ പോലെ, അല്ലെങ്കിൽ പാല് കൊടുത്ത കൈക്ക് കടിക്കുന്ന പാമ്പ് എന്നൊക്കെ ഉള്ള പറഞ്ഞ പോലത്തെ എന്ത് പരിപാടി. ഞാനുള്ള തെറിയും കേട്ടു, എന്നെക്കുറിച്ചുള്ള കുറ്റവും പറഞ്ഞു അയാള്. ഞാൻ എന്തൊക്കെ ചെയ്തതാ, എന്നിട്ട് എന്താ നന്ദികേടല്ലേ പറഞ്ഞ ഒരു മറുപടിയും പറയാനുള്ള അർഹത എനിക്കില്ലേ? അങ്ങനെയല്ല. നീ ചെയ്ത പ്രവർത്തികൾ എന്തിനായിരുന്നു നിനക്ക് ബോധ്യമുണ്ടോ? ഉണ്ട്, എനിക്ക് ബോധ്യമുണ്ട്. നീ എക്സ്പ്ലെയിൻ ചെയ്താൽ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായിട്ടുണ്ടായിരുന്നോ? ഇല്ല, അയാൾക്ക് മനസ്സിലാവാത്തോണ്ടാണല്ലോ അയാൾ എന്നെ കുറ്റം പറഞ്ഞത്. അപ്പൊ പിന്നെ നീ വൈകാരികമായിട്ട് പ്രതികരിച്ചോണ്ട് അയാൾക്ക് മനസ്സിലാവുമോ? ഇല്ല. അല്ല, എനിക്കൊരു ആശ്വാസം കിട്ടില്ലേ ഞാൻ വൈകാരികമായിട്ട്? എന്താശ്വാസം? എന്നിട്ട് ആശ്വാസം കിട്ടിയോ? അതോ നിനക്ക് കൂടുതൽ അസ്വസ്ഥരോ അയാളോട് വെറുപ്പോ ഒക്കെ നിന്റെ ഉള്ളിൽ കടന്നു വന്നോ? തീർച്ചയായിട്ടും ഒരു സുഖം കിട്ടിയില്ല എന്ന് മാത്രമല്ല, കടുത്ത പ്രശ്നങ്ങളാവുന്നു. വീണ്ടും വീണ്ടും അയാളോടുള്ള വിരോധം കൊണ്ട് നമുക്ക് കലി തുള്ളുന്നു. അത് നമ്മൾ സ്വയം സഹതാപത്തിലേക്ക് കടന്നു പോവുക. എന്താ അതിങ്ങനെയാകുന്നു, ഈ മനുഷ്യരിങ്ങനെ അങ്ങനെ ദേഷ്യ നീരസം നമ്മുടെ കറന്റ് അഫയേഴ്സിനെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ബാധിക്കാൻ തുടങ്ങുകയാണ്. അവിടെ നമ്മുടെ ഭാര്യയോടോ മക്കളോടോ ഒക്കെ നമുക്ക് മോശമായ രീതിയിൽ പെരുമാറേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാകേണ്ട ഒരു സുഹൃത്ത് വിളിക്കുകയാണ്. ആ സുഹൃത്തിന് സഹായം ആവശ്യമാവും. ആ സഹായം ആവശ്യമാകുമ്പോൾ അയാളോട് ഒരിക്കലും നമുക്ക് ഈ അസ്വസ്ഥതകൾ പങ്കുവയ്ക്കാൻ പറ്റില്ല. ഇപ്പം ഈവൻ നമ്മളെ ഉപദ്രവിച്ച ഒരാൾ യുമായി ബന്ധപ്പെട്ട ഒരാളാണെന്ന് കരുതുക. അപ്പോൾ അവിടെ വേറൊരു കാരന് നമ്മളെ കൊണ്ട് ഉപകാരമുണ്ട്. ആ ഉപകാരം ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ വൈകാരികമായിട്ട് പൊട്ടി നിൽക്കുമ്പോൾ വേറൊരാളോട് നന്നായി സംസാരിക്കാൻ പറ്റുക? ഇനി അങ്ങനെ നമ്മൾ സംസാരിച്ചാൽ തന്നെ അത് എത്രത്തോളം നന്നാവും? അവിടെയാണ് മറ്റുള്ളവരുടെ പ്രവൃത്തി, ആ പ്രവൃത്തി എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയോ ആയിക്കോട്ടെ, അതുകൊണ്ട് നിനക്കൊരസ്വസ്ഥതയുണ്ടാകുമ്പോൾ അവിടെ കുഴപ്പം നിന്റേതാണ്.
നിന്നെ ആൾക്കാർ വേദനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും അപ്പൊ നീ എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യണം? അവിടെയാണ് പ്രോഗ്രാമിന്റെ ഉത്തരം. ഈ പറച്ചിലായിരുന്നില്ല അത്, വെറും പറച്ചിൽ കൊണ്ട് ഇതിങ്ങനെ ഉൾക്കൊള്ളണം എന്ന ഒരു കാര്യം എനിക്കറിയാം. ആത്മീയ പ്രത്യക്ഷ പ്രമാണത്തെ കുറിച്ച് പറഞ്ഞു. ഇതെങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാം? ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട മാർഗം, ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ വേറുള്ളവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കുമ്പോൾ എങ്ങനെയാ അത് പ്രാക്ടീസ് ചെയ്യുക? അപ്പോൾ അവിടെ മറ്റുള്ളവരുടെ വാക്കുകൾ, മറ്റുള്ളവർ എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സത്യം എന്താ അറിയോ? എനിക്കൊരു കുറവുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്കറിയില്ല, പല ആൾക്കാർ ഡൊമൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മളെ തലയിൽ കയറിയിരിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ വലിച്ചു കൊണ്ടുപോയി അവരുടെ ലെവലിലേക്ക് താഴ്ത്തുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ പറയുന്ന വാക്കുകൾ നമുക്ക് ബാധിക്കുന്നു. അവിടെ എന്താണ്? നമ്മൾ പരാജയം സമ്മതിക്കുക, ദുർബലത ഉണ്ട്, എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത പ്രോഗ്രാമിലെ സ്പോൺസറുമായിട്ട് സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്നു. സ്പോൺസറുമായിട്ടാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് മനസ്സിലാവില്ല. പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞ ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രോഗ്രാമിലേക്ക് ഞാൻ കടന്നു വരുന്ന ഒരാളാകുമ്പോൾ ഞാൻ എൻ്റെ സ്പോൺസറോട് പറയുന്നു, ചേട്ടാ ഇതുപോലെ ഇങ്ങനെ ആ പ്രശ്നം എനിക്ക് വല്ലാതെ തന്നെ ബാധിക്കുന്നുണ്ട്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ തോന്നുന്നുണ്ട്, ഇങ്ങനെയല്ലേ പറയണം. അപ്പോൾ നമ്മളോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളവിടെ എന്തായി, നമ്മളൊരാളോട് ഏറ്റു പറഞ്ഞു, നമ്മുടെ സന്നദ്ധത അറിയിച്ചു, നമ്മുടെ ദുർബലത സംഭവിച്ചു. കാരണം എന്താ? എനിക്കൊരു കുഴപ്പമുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല പറഞ്ഞു, എനിക്ക് അയാളുടെ വാക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, തിരിച്ച് പറയാൻ വരുന്നുണ്ട്, എനിക്ക് സഹിക്കുന്നില്ല, എനിക്കൊരു കുറവുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും എന്നെക്കാൾ വലിയ ശക്തി എന്ന ആശയം അവിടെ കടന്നു വരുന്നുണ്ട്. അത് എൻ്റെ മുന്നേ കടന്നുപോയ ആളും ഈയുടെ പ്രോഗ്രാമുമാണ്. അപ്പോൾ അദ്ദേഹം പ്രോഗ്രാമുമായിട്ട് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പഴമക്കാരായ മനുഷ്യർ, ഒരു കൂട്ടം മനുഷ്യരുടെ അറിവുകളും അവരുടെ അനുഭവങ്ങളാണ്. അത് പറഞ്ഞുതരും. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയും, കുറേ വിഷമങ്ങളുള്ള ആളുകളെ കാണും. അപ്പോൾ ആ തുറന്നു പറച്ചിലൂടെ എന്താവുന്നു? അഭിമാനബോധം സന്തുലിതമാകുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം ഷെയർ ചെയ്യുന്നു, അദ്ദേഹത്തിന് അത്തരം അനുഭവങ്ങളിലൂടെ എങ്ങനെ കടന്നുപോയി എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ ഒറ്റയ്ക്കല്ല, ഇത് പലർക്കും ഉണ്ടാവുന്നുണ്ട് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ അവിടെ എന്താണ്? നമ്മുടെ രോഗത്തിൻ്റെ പരിഹാരമായിട്ടുള്ള കാര്യമാണ്. ആത്മപരിശോധന നടത്തുന്നു, മറ്റുള്ളവരുടെ പരിശോധനയല്ല. അവരുടെ വാക്കുകൾ നമുക്ക് കുഴപ്പമുണ്ടായി, നമ്മളെങ്ങനെ മാറുന്ന, അതിനർത്ഥം അയാൾ പറഞ്ഞ കാര്യം ശരിയാണെന്നോ അയാളെ പരിപൂർണമായിട്ട് ഞാൻ ഏറ്റെടുത്ത് തലയിൽ വെച്ച് കിടക്കണമെന്നോ ഒന്നും ആയിരുന്നില്ല ആത്മീയത പറഞ്ഞത്. അവിടെ ഒരു കുഴപ്പം ഉണ്ടാവുന്നുണ്ട് എന്ന് ആദ്യം തിരിച്ചറിയുക, അതിനെ ഉൾക്കൊണ്ടുവേണം. ആ വാക്കുകൾ നിന്നെ ബാധിക്കാണ്ട് നിന്റെ ദിവസത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റു പറയണം. വേറൊരാളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അഭിമാനബോധം സന്തുലിതാക്കുക. നമ്മുടെ പോരായ്മകൾ പറയുന്നതിലൂടെ പതുക്കെ പതുക്കെ നമുക്ക് പരിഹരിക്കാനും, പിന്നെ നമ്മളെ ഇനി അതല്ല എന്തു തന്നെ പറഞ്ഞോട്ടെ നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അതൊരു വല്ലാത്ത സുഖമാണ്. അത് നമ്മൾ അനുഭവിച്ചറിയണം. അവിടെ ഈ അത്രയധികം ആരോപണങ്ങൾ നമുക്കെതിരെ ഉന്നയിക്കും, നമ്മളെ മോശക്കാരനാക്കും, നമ്മളെ ഇതാക്കും, നമ്മൾ ബാധിക്കുന്നില്ല. അതാണ് അയാളുടെ പ്രോഗ്രാം. കാരണം എങ്ങനെ നമ്മളെ ബാധിക്കുക? നമ്മൾക്ക് എന്താണ് നമ്മുടെ പരിശോധന? മറ്റുള്ളവരാണ് പറഞ്ഞത്. നമ്മുടെ മനസാക്ഷി, നമ്മുടെ പ്രോഗ്രാം ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. മറ്റുള്ളവർ ഇടുന്ന വിലയല്ല, അതാരും ആയിക്കോട്ടെ, നിങ്ങളെ വിലയിടാൻ വേറെ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വില, നിങ്ങളുടെ പരിശോധന രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസത്തെ ഞാൻ പുനഃപരിശോധിക്കുന്നു. അവിടെ ഞാൻ സ്വാർത്ഥതയുള്ളവനാണോ? വേറെ ആളല്ല എൻ്റെ സ്വാർത്ഥതയെ കുറിച്ച് പറയേണ്ടത്. ഞാൻ സ്വാർത്ഥനായിരുന്നോ? ഞാൻ അവിടെ ഉത്തരം പറയണം. അവിടെ പറയുന്നുണ്ടോ? അത് കൃത്യമാണോ? എൻ്റെ ആത്മപരിശോധന അവിടെ വളരെ കൃത്യമായിട്ട് തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും എനിക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്നിലെ കുഴപ്പത്തെ കണ്ടെത്തിക്കൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഇന്നത്തെ ദിവസം വെറും വാക്കുകളല്ലാണ്ട് മറ്റുള്ളവരുടെ വാക്കും പ്രവൃത്തിയും ബാധിക്കാതെ ഇന്നത്തെ ദിവസത്തെ മനോഹരമായ ആ ദൈനംദിന സുസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാനായി സാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ചുകൊണ്ടേ പറയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.